ഹായ് ഫ്രണ്ട്സ്, ആർഫ്രയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ആഴ്ച മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു മേജർ ഇവന്റ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയുന്നത് ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത, അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലിൻ്റെ പക്ഷം ചേർന്ന് ഇറാനിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് യുദ്ധത്തിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമോ എന്നൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ അവരും മറ്റൊരു ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഈ യുദ്ധത്തിൻ്റെ ഒരു ഡയമെൻഷൻ തന്നെ മാറാൻ സാധ്യതയുള്ളൊരു കോൺഫ്ലിക്റ്റാണിത്. അതുകൊണ്ട് തന്നെ വളരെ ആശങ്കയോടെയാണ് ഈ ഒരു യുദ്ധത്തെ ലോകം കാണുന്നത്. എന്നാൽ നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന കാര്യം, ഇപ്പോൾ പീസ് എഫേർട്ടുകൾ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ നടത്തിയതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും UN പോലെയുള്ള ഇന്റർനാഷണൽ ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെടുകയും അങ്ങനെ ഒരു സമാധാനം പുലരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താം. അല്ലാത്ത പക്ഷം ഗ്ലോബലി വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു കോൺഫ്ലിക്റ്റാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ അടുത്ത ആഴ്ച അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഇതൊരു അനിശ്ചിതത്വം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത് US FOMC മീറ്റിംഗ് ആണ്. അവിടെ US ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ജൂൺ 17-ഉം 18-നും നടക്കുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന്റെ ആ ഒരു പ്രതീക്ഷകൾ വളരെ നേരിയത് മാത്രമേ ഉള്ളൂ. കാരണം US എക്കണോമി ഇപ്പോഴും താരിഫ് സൃഷ്ടിച്ചിട്ടുള്ള അൺസർട്ടനിറ്റി തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ വന്ന ഇൻഫ്ലേഷൻ ഡാറ്റ ഇൻഫ്ലേഷൻ്റെ സാധ്യതകൾ സൂചിപ്പിക്കുന്ന ഒരു ഡാറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ മാർക്കറ്റ് ഒരു റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഡൊണാൾഡ് ട്രംപിൻ്റെ ആ ഒരു പ്രഷറിനെ അതിജീവിക്കാൻ ജെറോം പവലിന് കഴിയുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഉറ്റുനോക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ അല്ലാത്ത പക്ഷം അടുത്ത ഒരു റേറ്റ് കട്ടിൻ്റെ സാധ്യത ഒക്ടോബർ മാത്രമേ ഉള്ളൂ എന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു റേറ്റ് കട്ട് വരികയാണെങ്കിൽ അത് ഇന്ത്യൻ IT കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായി മാറുമായിരുന്നു. പക്ഷെ അതിൻ്റെ സാധ്യത വളരെ കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ തീർച്ചയായിട്ടും മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ പോകുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലുണ്ടായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വർധനമാണ്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന വലിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറേ കാലം ആ രീതിയിൽ നിൽക്കാനുള്ള ഒരു കാരണം തന്നെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില വലിയ തോതിൽ വർദ്ധിച്ചത് കാരണമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ റുപ്പിയെ വീക്കായിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻപുട്ട് കോസ്റ്റ് വലിയ തോതിൽ വർദ്ധിക്കും. അവർ വലിയ തോതിലുള്ള മാർജിൻ പ്രഷർ നേരിടേണ്ടി വരും. അതുപോലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫ്യൂവൽ പ്രൈസ് ഉയർത്താനുള്ള സാധ്യതകൾ തുറന്നിടപ്പെടും. അതുകൂടാതെ ഈ പെയിൻറ്റ് കമ്പനികളും അതുപോലെ സിമെൻറ്റ് കമ്പനികളുമൊക്കെ വലിയ തോതിലുള്ള അവരുടെ ഇൻപുട്ട് കോസ്റ്റ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഫ്യൂവൽ പ്രൈസ് കൂടുകയാണെങ്കിൽ അത് ലോജിസ്റ്റിക് മേഖലകളിലും ട്രാൻസ്പോർട്ടേഷൻ മേഖലകളിലും ഒരു പ്രൈസ് ഹൈക്കിന് സാധ്യതയുണ്ടാവും. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ നമ്മളെ മാർക്കറ്റിൻ്റെ ആ ഒരു എക്കണോമിയെ വലിയ തോതിൽ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ ഈ ഒരു വോളറ്റിലിറ്റി വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ യുദ്ധം തീർച്ചയായിട്ടും അവസാനിക്കേണ്ടത് ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് നിയന്ത്രിക്കാൻ വളരെയധികം ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കാണുന്നത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൽ ഓഫ് ആണ്. നമുക്ക് കാണാൻ കഴിയും, കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനിലായിട്ട് അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. അതുവരെ നെറ്റ് ബയേഴ്സായിട്ട് മൊത്തത്തിൽ ഈ മാസം നിന്നിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്നത് അവർ 4812 കോടിയുടെ നെറ്റ് സെല്ലേഴ്സായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നെറ്റ് ബയേഴ്സ് എന്നുള്ള പൊസിഷനിൽ നിന്ന് അവർ നെറ്റ് സെല്ലേഴ്സായിട്ട് മാറിയ ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രവണത തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് സംബന്ധിച്ചിടത്തോളം അത് ഒരു വീക്ക്നെസ് ഉണ്ടാക്കാൻ കാരണമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ നമ്മൾ പൊതുവെ മാർക്കറ്റിൻ്റെ ആ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് വീക്ക്ലി ചാർട്ടിൽ ഒരു സൈഡ് വേസ് ബിയറിഷ് സെറ്റപ്പാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ 25,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് തീർച്ചയായിട്ടും ഈ ഒരു ബിയറിഷ് ഔട്ട്ലുക്ക് വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ നിയർ ടേമിൽ ഈ ഒരു സാധ്യത തന്നെയാണ് തുടരാൻ സാധ്യത എന്നാണ് നമുക്ക് ചാർട്ടുകളിൽ നിന്ന് മനസ്സിലാവുക. ഇത്തരമൊരു സാഹചര്യത്തിൽ ഏതൊരു അപ്സൈഡ് മൊമെൻറ്റം ഉണ്ടായാലും ഉടൻ തന്നെ സെല്ലേഴ്സ് വലിയ തോതിൽ സെല്ല് ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവരുന്ന ഒരു സെൽ ഓൺ റൈസ് മാർക്കറ്റാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ എല്ലാ മൂവിങ് ആവറേജിന് മുകളിലാണ് ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഷോർട്ട് ടേം ആയിട്ടുള്ള 20-ഡേ മൂവിങ് ആവറേജ് ആയാലും അതുപോലെ മീഡിയം ടേമിലുള്ള 50-ഡേ മൂവിങ് ആവറേജ് ആയാലും
അല്ലെങ്കിൽ ലോങ് ടേമിലുള്ള 200 മൂവിങ് ആവറേജ് ആയാലും അതിൻ്റെയൊക്കെ മുകളിൽ ആണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അണ്ടർലൈങ് ആയിട്ട് ഒരു ബുള്ളിഷ്നെസ് ഈ നിഫ്റ്റിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ഡ്രോപ്പും അവിടെ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജിയിൽ തീർച്ചയായിട്ടും നല്ല ബൈങ് നടക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് വലിയ തോതിൽ താഴോട്ടേക്ക് പോവുകയില്ല എങ്കിലും ഇന്ത്യ വിക്സ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം 7% ഒരു അപ്സൈഡ് മൂവാണ്. അപ്പോൾ അത് മാർക്കറ്റിൽ ഷോർട്ട് ടേമിൽ തീർച്ചയായിട്ടും ഒരു വളറ്റിലിറ്റിയുടെ ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ നോക്കിക്കഴിഞ്ഞാൽ 24,800 25,000 എന്നുള്ള സ്ട്രൈക്കിലാണ് പൊതുവെ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ 25,000 അതുപോലെ 24,800 ആ ഒരു റേഞ്ച് ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് നിയർ ടേമിൽ നിൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 24,600 അതുപോലെ 24,500 ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കുന്ന ഒരു റേഞ്ച് അതായിരിക്കും 24,600, ഒരു പക്ഷേ 24,400 വരെ അത് താഴോട്ടേക്ക് പോയേക്കാം. ആ ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ മാർക്കറ്റ് കൂടുതൽ വീക്കായിട്ട് മാറാനുള്ള ഒരു സാധ്യത, ഒരു ട്രെൻഡ് ഡൗൺ ആവാനുള്ള സാധ്യത നമ്മൾ കണക്കുകൂട്ടേണ്ടി വരും. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കാണുന്നത് ധാരാളം സ്റ്റോക്കുകൾ അതിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഹൈയിൽ നിന്നും വലിയ തോതിൽ കറക്റ്റ് ചെയ്ത കുറേ സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലൊന്ന് ട്രെൻഡ് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 5,590 ആണ്. 8,356 എന്ന റേഞ്ചിലേക്ക് പോയ ഈ സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ ഹൈയിൽ നിന്ന് 33% കറക്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 4 ക്വാർട്ടറിലെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണ് 38%, പ്രോഫിറ്റ് ഗ്രോത്ത് 58%. സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ 138 എന്നുള്ള ഹൈ പിയിലാണെങ്കിലും സ്റ്റോക്കിൻ്റെ ഒരു വളർച്ചയും അതുപോലെ തന്നെ 3 വർഷത്തെ മീഡിയൻ പിയും വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അതിൽ താഴെയാണ് ട്രേഡ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് വരുൺ ബീവറേജസ് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 470 ആണ്. 683 എന്നുള്ള ഹൈ വരെ പോയിട്ടുള്ള ഈ സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ ഹൈയിൽ നിന്ന് 31% ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ ആ ഒരു സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഏകദേശം 29%, 28%. സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ 57 എന്ന ലെവലിലാണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയം പി 65 ആണ്. അപ്പോൾ അതിൽ താഴെയാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. മറ്റൊന്ന് ബജാജ് ഹൗസിംഗ് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 122 ആണ്. ഇതിൻ്റെ ഹൈ 158 വരെ പോയിരുന്നു. അവിടെ നിന്ന് 35% കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് ട്രേഡ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ളത്. സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 4 ക്വാർട്ടറിൽ 25% ഗ്രോത്തും പ്രോഫിറ്റിൽ 24% ഗ്രോത്തും നമുക്ക് കാണാൻ കഴിയും. സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ 46 എന്ന റേഞ്ചിലാണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയം പി 48 എന്ന റേഞ്ചിലുമാണെന്ന് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് സുസ്ലോൺ എനർജിയാണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 64 എന്ന ലെവലിലാണ്. ഹൈ 86 വരെ പോയ ഒരു സ്റ്റോക്കാണിത്. അതിൻ്റെ ഹൈയിൽ നിന്ന് ഇപ്പോൾ 24% ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ 12 മന്ത്സിൻ്റെ സെയിൽസ് ഗ്രോത്ത് 66%, പ്രോഫിറ്റ് ഗ്രോത്ത് 157% കാണാൻ കഴിയും. സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ 42 എന്ന ലെവലാണ്. അതിൻ്റെ 3 ഇയേഴ്സിൻ്റെ മീഡിയം പി 101 എന്നുള്ള ഹൈ വരെ പോയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ഇത്രയധികം ഡൗൺ ആയിട്ട് നമുക്ക് ഈ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റൊരു സ്റ്റോക്ക് ഡിക്സൺ ടെക്നോളജീസ് ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 14,300 എന്നുള്ള റേഞ്ചിലാണ്. 19,000 വരെ ഇതിൻ്റെ ഹൈ പോയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ 25% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. സെയിൽസ് ഗ്രോത്ത് 120%, പ്രോഫിറ്റ് ഗ്രോത്ത് 110% കാണിക്കുന്ന കഴിഞ്ഞ ഒരു വർഷത്തെ വമ്പിച്ച ഗ്രോത്ത് കാണിച്ചിട്ടുള്ള ഈ സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ 112 എന്ന ലെവലാണ്. പക്ഷേ ഇതിൻ്റെ 3 ഇയർ മീഡിയം പി 117 ആയിരുന്നു. അപ്പോൾ അതിൽ താഴെയാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് വാരി എനർജീസ് ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 2,825 ആണ്. അത് ഹൈ ആയിട്ടുള്ള 3,743 നിന്നും കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ 24% ഒരു കറക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. സെയിൽസ് ഗ്രോത്ത് 26%, പ്രോഫിറ്റ് ഗ്രോത്ത് 89% കഴിഞ്ഞ 4 ക്വാർട്ടറിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ 43 എന്ന റേഞ്ചിലാണ്. 3 ഇയേഴ്സ് മീഡിയം പി ആയിട്ടുള്ള 46 താഴെയാണെന്ന് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ഇരേഡ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. കറണ്ട് പ്രൈസ് 167 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. ഹൈ 310 വരെ പോയിരുന്നു. അവിടെ നിന്ന് 46% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. 35% സെയിൽസ് ഗ്രോത്തും 35% തന്നെ പ്രോഫിറ്റ് ഗ്രോത്തും കാണിച്ചിട്ടുള്ള ഒരു ഗ്രോയിങ് സ്റ്റോക്കായിട്ടാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ 27 എന്ന ലെവലിലാണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയം പി 34 ആയിരുന്നു. അതിൽ താഴെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ്. കറണ്ട് പ്രൈസ് 54 എന്ന പ്രൈസിലാണ് കാണാൻ കഴിയുക. ഹൈ 70 വരെ പോയിരുന്നു. ആ ഹൈയിൽ നിന്നാണ് 23% ഇതിപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് കാണുന്നത്. സെയിൽസ് ഗ്രോത്ത് 21%, പ്രോഫിറ്റ് ഗ്രോത്ത് 36% കഴിഞ്ഞ ഒരു വർഷം കാണിച്ചിട്ടുള്ള ഈ സ്റ്റോക്ക് അതിൻ്റെ പി ഇപ്പോൾ 7.5 എന്നുള്ള ലോ പിയിലാണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയം പി 8.8 എന്ന പി ആയിരുന്നു. മറ്റൊരു സ്റ്റോക്ക് AWL അഗ്രി ബിസിനസ് ആണ്. അതായത് അദാനി വിൽമർ അഗ്രി ബിസിനസ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 266 ആണ്. 404 എന്നുള്ള ഹൈ വരെ ഈ സ്റ്റോക്ക് പോയിരുന്നു. ഇപ്പോൾ 34% കറക്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് ലഭിക്കുന്നത്. സെയിൽസ് ഗ്രോത്ത് 24%, പ്രോഫിറ്റ് ഗ്രോത്ത് 677% കാണിച്ചിട്ടുള്ള കഴിഞ്ഞ 4 ക്വാർട്ടറിൻ്റെ
ആവറേജ് ആണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ 28 3 years മീഡിയം പി 97 അവിടെ നിന്ന് വലിയ തോതിൽ താഴോട്ടേക്ക് വന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണിത്. അവസാനമായിട്ട് നമ്മൾ നാഷണൽ അലൂമിനിയം കമ്പനിയാണ് നാൽക്കോ എന്ന് പറയുന്ന ഈ സ്റ്റോക്ക് കറണ്ട് പ്രൈസ് 186 എന്ന ലെവലാണ് കാണാൻ കഴിയുക. ഹൈ 263 വരെ പോയിരുന്നു. ആ ഹൈയിൽ നിന്നും ഇപ്പോൾ 29% ഇത് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. സെയിൽസ് ഗ്രോത്ത് 27%, പ്രോഫിറ്റ് ഗ്രോത്ത് 213% കാണിച്ചിട്ടുള്ള ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പി 6.47 3 yearsൻ്റെ മീഡിയം പി 12.6 ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്ന ചില സ്റ്റോക്കുകൾ. അതിൻ്റെ അടുത്ത് ഈ സ്റ്റോക്കുകൾ ഒരു ഭയങ്കര റെക്കമെൻഡേഷൻ അല്ല, കാരണം നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ലെവലുകൾ, അതായത് 24,600 24,400 എന്നുള്ള ആ ഒരു നിഫ്റ്റി അവിടെ സസ്റ്റെയിൻ ചെയ്യുക, അവിടെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ബൈ ഓൺ ഡിപ്പ് അവസരമായിട്ട് നമുക്ക് പല സ്റ്റോക്കുകളും കാണും. പക്ഷേ അവിടെ നിന്ന് താഴോട്ടേക്ക് വരുവാണെങ്കിൽ ഇവിടെ പരാമർശിച്ച സ്റ്റോക്കുകൾ ഇനിയും കറക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് സ്റ്റോക്കുകൾ നിരീക്ഷിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.